ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മക്കളില്ലാത്ത ദുഃഖത്താൽ വലയുന്ന ഒരാളെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകും. പലപ്പോഴും ഇവരൊക്കെ നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. സന്താനഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കണം. ബൈബിളിൽ നമുക്കായി നൽകപ്പെട്ടിട്ടുള്ള ഈ വചനങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒരു കുഞ്ഞിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കാൻ ഈ വചനങ്ങൾക്ക് കഴിയും. ദൈവം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. സന്താന ലാഭത്തിനും ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണത്തിനും മക്കളുടെ ഭാവിക്കും തലമുറകളുടെ അനുഗ്രഹത്തിനുമായി വിശുദ്ധ ബൈബിളിൽ അനേകം ശക്തമായ വചനങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് ഗർഭധാരണം, സന്താനാനുഗ്രഹം, മക്കൾ, കുടുംബം, തലമുറകളിലേക്ക് ഒഴുകുന്ന ദൈവാനുഗ്രഹം എന്നിവയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്ന ചില അമൂല്യ വചനങ്ങളാണ്. ഈ വചനങ്ങൾ വിശ്വാസത്തോടെ കേൾക്കുകയും ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ഓരോ കുടുംബത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം അധ്യായം 1, 28 വാക്യം. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം അധ്യായം 17, 16 വാക്യം. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും, അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. ഉൽപ്പത്തി പുസ്തകം അധ്യായം 21, 1-2 വാക്യങ്ങൾ. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രഹാമിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. 1 സാമുവേൽ 1 അധ്യായം 27 വാക്യം. ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. സങ്കീർത്തനം 113 അധ്യായം 9 വാക്യം. അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടിയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. യേശയ്യ 44 അധ്യായം 3 വാക്യം. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. മർക്കോസ് 10 അധ്യായം 27 വാക്യം. യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു: മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. ലൂക്ക 1 അധ്യായം 36-37 വാക്യങ്ങൾ. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃത്തിയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1 അധ്യായം 13-14 വാക്യങ്ങൾ. ദൂതൻ അവനോട് പറഞ്ഞു: സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. സങ്കീർത്തനം 127 അധ്യായം 3 വാക്യം. കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127 അധ്യായം 4-5 വാക്യങ്ങൾ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്കിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവനെ ലജ്ജിക്കേണ്ടി വരികയില്ല. സങ്കീർത്തനം 128 അധ്യായം 3-4 വാക്യങ്ങൾ. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. സുഭാഷിതങ്ങൾ 17 അധ്യായം 6 വാക്യം. പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് കിരീടം, മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ. പുറപ്പാട് 20 അധ്യായം 6 വാക്യം. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. സങ്കീർത്തനം 112 അധ്യായം 1-2 വാക്യങ്ങൾ. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ വ്യക്തികൾക്ക് മാത്രമല്ല, മക്കൾക്കും അവരുടെ തലമുറകൾക്കും വരെ വ്യാപിച്ചു നിൽക്കുന്നതാണ്. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രത്യാശയും സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് ദൈവം തന്റെ സമയത്ത് അനുഗ്രഹം നൽകട്ടെ. മക്കളുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ കൃപയും സംരക്ഷണവും നൽകട്ടെ. നിങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മക്കളില്ലാതെ വിഷമിക്കുന്നവർക്കായി ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുക. വിശ്വാസത്തോടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതാം: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമ്മുടെയും നമ്മുടെ മക്കളുടെയും വരും തലമുറകളുടെയും മേൽ ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.